ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴല്ലേ ചാരനെ കരുണയിൻ കരതലത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. കരുണയിൻ കരതലത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാം യേശുരാജനെ എന്നും സ്തുതിക്കാം, യേശുരാജനെ എന്നും സ്തുതിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് നാം ഏറെ പ്രതീക്ഷകളോടെ കാലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. ജീവിതത്തിൽ പുതുക്കപ്പെടുന്നവർക്കാണ്, അതായത് പുതുക്കപ്പെടാൻ ആഴമായി ആഗ്രഹിക്കുന്നവർക്കാണ്, അതിനുവേണ്ടി ആഴമായി പ്രയത്നിക്കുന്നവർക്കാണ് പുതുവർഷമുള്ളത്. പുതുക്കപ്പെടാത്തവർക്ക് പഴയ വർഷത്തിൻ്റെ ഏറ്റവും വിരസമായ ഒരു ആവർത്തനമായിരിക്കും ലഭിക്കുന്നത്. കലണ്ടർ മാറുന്നത് കൊണ്ട് നമ്മുടെ ഒരു പുതുവർഷം ലഭിക്കണമെന്നില്ല. നമ്മുടെ ജീവിതം പുതുക്കപ്പെടുമ്പോൾ മാത്രമാണ് പുതിയൊരു വർഷം അനുഭവവേദ്യമാകുന്നത്. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതമെന്ന് പറയാറുണ്ട്. ഇന്ന് നിങ്ങൾ പുഴുവായിരിക്കാം, എന്നാൽ പൂമ്പാറ്റയിലേക്കുള്ള ഒരു സാധ്യത എന്നിലും നിങ്ങളിലുമുണ്ട്. ഇന്ന് നന്മയില്ലാത്ത പാപം നിറഞ്ഞ ദുഃഖപൂർണമായ ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത്. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയാക്കപ്പെടുവാനുള്ള, ഒരു വിശുദ്ധനാകുവാനുള്ള സാധ്യത നിങ്ങളിലുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ വ്യക്തിയായി അവൻ മാറുന്നു. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള സഞ്ചാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ ഒരു രൂപാന്തരം, ആ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അർത്ഥപൂർണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനത്തിൻ്റെ ദുഃഖപൂർണമായ ഒരു വർഷമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ, ഈ ഒരു പുതിയ വർഷം യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരുന്ന സമാധാനം അത് ലോകത്തിൽ നിന്നും ലഭിക്കുന്ന അല്പമായ നിമിഷ നേരത്തേക്കുള്ള ഒരു സമാധാനമല്ല, മറിച്ച് നിത്യമായ, അതിരുകളില്ലാത്ത, പരിമിതിയില്ലാത്ത, അളവ് കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരനന്തമായ സ്നേഹമാണ്, അനന്തമായ സമാധാനമാണ് യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ നന്മകളും ഈ പുതുവർഷത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.